ഹലോ നമസ്കാരം. ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രോയിങ് നമുക്ക് കിട്ടുകയാണ്. അത് ഇഞ്ചസിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ മില്ലിമീറ്ററിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് സ്മാർട്ടിൽ നമ്മളെപ്പോഴും ഒരു ഡ്രോയിങ് ചെയ്യുന്നത് മീറ്ററിലാണ് നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് യൂണിറ്റിലാണെന്നുള്ളതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് UN എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോൾഡർ ഓപ്പൺ ആവും. ഡ്രോയിങ് യൂണിറ്റ്സ്, അതിൽ യൂണിറ്റ് ടു സ്കെയിൽ ഇൻസെറ്റ് കണ്ടന്റിൽ ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രിസിഷൻ 0.000 എന്നുണ്ട്. പ്രിസിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്ച്വൽ ടൈപ്പിൽ 0. അപ്പോൾ ഓക്കെ, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ DWG യൂണിറ്റ്സ് കേട്ടോ, DWG യൂണിറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രോയിങ് യൂണിറ്റ്സിൽ ഇഞ്ചസ്, ഫീറ്റ്, മില്ലിമീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, ഡെസിമീറ്റേഴ്സ്, മീറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ മീറ്റേഴ്സിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിറ്റ് ഫോർ ലെങ്ത്തിൽ നമുക്ക് 6 എന്ന് കൊടുക്കാം. 6 കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അടുത്തത് എന്താണ് ചോദിക്കുന്നത്? ഡ്രോയിങ് യൂണിറ്റ് ഡിസ്പ്ലേ ഫോർമാറ്റ്സ്. സയൻറ്റിഫിക്കും ഉണ്ട്, ഡെസിമലും ഉണ്ട്. നമുക്ക് രണ്ടാമത്തത് മതി. 2 എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കാം. അടുത്തത് എന്താ ചോദിക്കുന്നത്? ലീനിയർ ഡിസ്പ്ലേ ഫോർമാറ്റ് 2. അത് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലീനിയർ ഡിസ്പ്ലേ പ്രിസിഷൻ 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 4 തന്നെ കൊടുക്കാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അടുത്ത ഇവിടെ ചോദിക്കുന്നത് സ്കെയിൽ ഒബ്ജക്ട്സ് ഫ്രം അതർ ഡ്രോയിങ്സ് അപ്പോൾ ഇൻസേർട്ട് യെസ് ഓർ നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് യെസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എൻ്റർ അടിക്കുക. എന്നിട്ട് അടുത്തത് എന്താ? മാച്ച് ഇൻസ് യൂണിറ്റ്സ് ടു ഡ്രോയിങ് യൂണിറ്റ്സിൽ യെസ് ഓർ നോ, അതിൽ യെസ് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. അടുത്ത സ്കെയിൽ ഒബ്ജക്ട്സ് ഇൻ കറണ്ട് ഡ്രോയിങ് ടു റിഫ്ലക്ട് ചേഞ്ച് ഇൻ യൂണിറ്റ്സ് യെസ് ഓർ നോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ യെസ് എന്ന് കൊടുക്കാം. അടുത്തത് ഇൻക്ലൂഡ് ഒബ്ജക്ട്സ് ഇൻ പേപ്പർ സ്പേസ്, അത് യെസ് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. അടുത്തത് കമൻറ്റിൽ ചോദിക്കുന്നത്, കമൻറ്റ് എന്ന ഒരു ഓപ്ഷനിൽ വരുന്നത് നമ്മൾ Z എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. Z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൂം എന്നാണ് അർത്ഥം. അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ all or center or dynamic or extends or previous or scale windows or objects അങ്ങനെ റിയലി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ A എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മൾ സ്കെയിലേക്ക് മാറിയിട്ടുണ്ടാവും, അതായത് മീറ്റേഴ്സിൽ മാറിയിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ UN അടിക്കുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട് യൂണിറ്റ് ടു സ്കെയിൽ ഇൻസെറ്റ് കണ്ടൻസ് മീറ്റേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രോയിങ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇഞ്ചസിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലയേറെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.